നമസ്കാരം, വെൽക്കം ടു M7 ലേണിംഗ് ആപ്പ്. M7 ലേണിംഗ് ആപ്പിൻ്റെ മനോഹരമായ ഒരു യൂട്യൂബ് അധ്യായത്തിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, വരാനിരിക്കുന്ന മത്സര പരീക്ഷകളെ നേരിടുക എന്ന ലക്ഷ്യത്തിനായി നിങ്ങളെ ഏറെ സഹായകമാകുന്ന, നിങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന ഒരു മേഖലയുമായിട്ടാണ്, ഒരു അധ്യായവുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും, നമ്മളൊരു സ്കൂൾ ടെക്സ്റ്റ് ബുക്കാണ് ഇന്ന് ഈ ഒരു അധ്യായത്തിലൂടെ വ്യക്തമായി പരിശോധിക്കാൻ പോകുന്നു. നടന്നുകൊണ്ടിരിക്കുന്ന മത്സര പരീക്ഷകളിൽ സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളുടെ പ്രാധാന്യം എത്രത്തോളമാണ് എന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഒരു ഉദ്യോഗാർത്ഥിയും മത്സര പരീക്ഷയ്ക്ക് സമീപിക്കുന്ന ഓരോ വിദ്യാർത്ഥി എന്ന നിലയിൽ അത് എത്രത്തോളമാണ് അതിൻ്റെ പ്രസക്തിയെന്നും പ്രാധാന്യമെന്നും ഓൾറെഡി നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രാധാന്യത്തോടു കൂടി നമുക്ക് ഇന്നു മുതൽ ഈ സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകൾ മാക്സിമം വൃത്തിയോടുകൂടി ഭംഗിയായി എന്ത് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോകാം. അപ്പോൾ ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യും. ആ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ മുടങ്ങാതെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ പറയപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ഓൾ എന്ന നോട്ടിഫിക്കേഷൻ ഓക്കെ അതൊന്ന് എനേബിൾ ചെയ്തിട്ടാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഈ പറയപ്പെട്ട മുടങ്ങാതെ നിങ്ങളിലേക്ക് എത്തും. ഓക്കെ അല്ലേ? അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, നമുക്ക് അധ്യായത്തിലേക്ക് വരാം, ക്ലാസ്സിലേക്ക് വരാം, നമ്മുടെ ചർച്ചയിലേക്ക് വരാം. ഓക്കെ അല്ലേ? എല്ലാവരും ഉഷാറാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? ശരി, നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ ഈ പറയപ്പെട്ട ആ ഒരു സീരീസിൽ നമ്മുടെ 8ാം ക്ലാസ്സിലെ സാമൂഹിക ശാസ്ത്രം ഭാഗം 2 അപ്പോൾ ഈ ഒരു സോഷ്യൽ സയൻസിലെ ഈ പറയപ്പെട്ട ഭാഗം 2 പാർട്ട് 2 നമ്മുടെ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് വിശദമായി മനസ്സിലാക്കേണ്ട ഒരു ചാപ്റ്റർ ഉൾപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ആ ചാപ്റ്ററിൻ്റെ ഏതാനും ഈ പറയപ്പെട്ട കാര്യങ്ങളാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ വ്യക്തമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിക്കോണം, സാമൂഹ്യശാസ്ത്രമാണ്, 8ാം ക്ലാസ്സാണ്, ഭാഗം 2 ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ വന്ന ടെക്സ്റ്റ് ബുക്കാണ് 2025. ഓക്കെ അല്ലേ? അതൊക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു അധ്യായത്തിൽ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ദേശീയ പ്രസ്ഥാനവും കേരളവും എന്ന ഈ പറയപ്പെട്ട 8ാമത്തെ ചാപ്റ്ററാണ് കേട്ടോ. ദേശീയ പ്രസ്ഥാനവും കേരളവും എന്ന 8ാമത്തെ ചാപ്റ്ററാണ് നമ്മളിതിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മറ്റ് ചാപ്റ്ററിലൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള ചാപ്റ്ററുകൾ തന്നെയാണ്. ജനാധിപത്യം, അർത്ഥവും വ്യാപ്തിയും, ലോകഭൂപടത്തിൽ യൂറോപ്പ്, ഫ്യൂഡലിസം, മധ്യകാല ലോകവും, കാർഷിക മേഖലയും, ന്യൂനത പ്രവണതകളും, പുതിയ രാഷ്ട്രങ്ങൾ കെട്ടിപ്പടുക്കുന്നു. ഓക്കെ, അതിൽ നമ്മുടെ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് ദേശീയ പ്രസ്ഥാനവും കേരളവും. നമുക്ക് വിശദമായി തന്നെ എന്ത് ചെയ്യാം, ഈ ടോപ്പിക്കിനെ അല്ലെങ്കിൽ ഈ ഒരു അധ്യായത്തെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ശ്രദ്ധിച്ചോ എടാ, ദേശീയ പ്രസ്ഥാനവും കേരളവും. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ വ്യക്തമായിട്ടുള്ള പിക്ചറുകളുടെ സഹായത്തോടു കൂടി ഇതെന്താണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഈ പറയപ്പെട്ട ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഈ പറയപ്പെട്ട ഗാന്ധിജി അടക്കമുള്ള ഒരു കൂട്ടായ്മയുടെ ചിത്രം നമുക്കവിടെ കാണാൻ സാധിക്കും. മാത്രമല്ല അധികം സുപരിചിതമല്ലാത്ത ഒരു പ്രതിമ കൂടി അല്ലെങ്കിൽ ഒരു ചിത്രം കൂടി നമുക്കിവിടെ കാണാൻ സാധിക്കും. അതെന്താണെന്ന് വിശദമായി നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അതായത് തിരുവനന്തപുരത്ത് പാങ്ങോടുള്ള ഈ പറയപ്പെട്ട സൈനിക ക്യാമ്പിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ധീരയോദ്ധാവിൻ്റെ പ്രതിമയാണ് ചിത്രം. ഓക്കെ, അപ്പോൾ ഈ ഒരു ചിത്രം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, തിരുവനന്തപുരത്തുള്ള പാങ്ങോടുള്ള സൈനിക ക്യാമ്പിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ധീരയോദ്ധാവിൻ്റെ പ്രതിമയാണ് ഈ ചിത്രം. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ പാങ്ങോടുള്ള സൈനിക ക്യാമ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ കരസേനയുടെ ദക്ഷിണ മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട ക്യാമ്പാണ് ഈ പറയപ്പെട്ട പാങ്ങോട് സ്ഥിതി ചെയ്യുന്ന സൈനിക ക്യാമ്പ്. ഓക്കെ, ഇന്ത്യൻ കരസേനയുടെ ദക്ഷിണ കമാൻഡിന് കീഴിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. ഓക്കെ, ക്യാമ്പാണ് ഈ പറയപ്പെട്ട നമ്മുടെ പാങ്ങോട്. അപ്പോൾ ആ ഒരു പാങ്ങോട് സൈനിക ക്യാമ്പിലാണ് ഈ ഒരു സ്റ്റാച്ചു അല്ലെങ്കിൽ ഈ ഒരു പ്രതിമ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, എന്താണ് ഈ പ്രതിമ അർത്ഥമാക്കുന്നത്? അത് വ്യക്തമായി സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് ചർച്ച ചെയ്യുന്നുണ്ട്. കുളച്ചലിൽ വെച്ച് തിരുവിതാംകൂർ സേന ഡച്ചുകാരെ പരാജയപ്പെടുത്തിയതിൻ്റെ ഓർമ്മയ്ക്കാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ കുളച്ചലിൽ വെച്ച് തിരുവിതാംകൂർ സേന ഡച്ചുകാരെ പരാജയപ്പെടുത്തിയതിൻ്റെ ഓർമ്മയ്ക്കാണ് സ്ഥാപിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് അല്ലേ? കുളച്ചൽ യുദ്ധം എന്ന് പറയുമ്പോൾ നമുക്ക് വ്യക്തമാണ്, നമ്മുടെ ആധുനിക തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട് ആധുനിക തിരുവിതാംകൂർ സ്ഥാപകനും ശില്പിയും പിതാവും സ്രഷ്ടാവെന്നൊക്കെ വിളിക്കപ്പെട്ട അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തൻ്റെ ഭരണകാലഘട്ടത്തിൽ
ആ യൂറോപ്യന്മാരായിട്ടുള്ള ഡച്ചുകാർക്കെതിരെ നടത്തിയ ഐതിഹാസികമായ ആ യുദ്ധം. ഓക്കെ, ആ യുദ്ധത്തിൽ നേടിയെടുത്ത വിജയമാണ്, പ്രതീകമായിട്ടാണ് ഈ പറയപ്പെട്ട സ്റ്റാച്ചു അവിടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അത് വ്യക്തമായിട്ട് സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അവിടെ കുളച്ചൽ യുദ്ധമാണ് അവിടെ എന്ത് ചെയ്യുന്നത്, പ്രതിപാദ്യ വിഷയം. ഓക്കെ, അപ്പോൾ കുളച്ചൽ യുദ്ധം നടന്ന വർഷം നിങ്ങൾക്കറിയാം 1741 ഓഗസ്റ്റ് മാസം 10 അല്ലേ? നമ്മുടെ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഏറ്റുമുട്ടിയ ഒരു പ്രധാനപ്പെട്ട യുദ്ധമാണ് ഇത്, കുളച്ചൽ യുദ്ധം അല്ലേ? 1741 ഓഗസ്റ്റ് മാസം 10. ആരൊക്കെ തമ്മിൽ? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് ഈ കുളച്ചലിൽ വെച്ച് ഈ ഒരു ഏറ്റുമുട്ടൽ നടക്കുന്നു. അതിനെയാണ് കുളച്ചൽ യുദ്ധമായി മാറ്റപ്പെട്ടത്. ഓക്കെ അല്ലേ? അത്തരത്തിൽ ഡച്ചുകാരുടെ ഉദ്ദേശ ലക്ഷ്യം നമ്മുടെ മാർത്താണ്ഡവർമ്മയുടെ ഭരണ തലസ്ഥാനമായിട്ടുള്ള കൽക്കുളം അഥവാ പത്മനാഭപുരം കീഴടക്കലായിരുന്നു. അപ്പോൾ ആ ലക്ഷ്യത്തെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്തുകൊണ്ട് കേരളത്തിൽ ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധമായി ഏത് മാറ്റപ്പെട്ടു? കുളച്ചൽ യുദ്ധം മാറ്റപ്പെട്ടു. നമ്മുടെ സർദാർ KM പണിക്കർ വ്യക്തമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കുളച്ചൽ യുദ്ധം ഡച്ചുകാരെ സംബന്ധിച്ചിടത്തോളം അതികഠിനമായ ഒരു ദുരന്തമായിരുന്നു എന്നും, എന്നാൽ പ്ലാസിയിലെ പോലെ വലിയൊരു യുദ്ധമൊന്നുമായിരുന്നില്ല കുളച്ചൽ യുദ്ധം. എന്നിരുന്നാലും മലബാർ കീഴടക്കാമെന്ന ഡച്ചുകാരുടെ വ്യാമോഹത്തെ അതെന്നേക്കുമായി അവസാനിപ്പിച്ചു എന്നാണ് സർദാർ KM പണിക്കർ ഈ ഒരു കുളച്ചൽ യുദ്ധത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നു. മലബാർ കീഴടക്കാമെന്ന വ്യാമോഹം. അപ്പോൾ മലബാർ കീഴടക്കാമെന്ന വ്യാമോഹം എന്നത് കേട്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, മലബാർ എന്ന് ഉദ്ദേശിച്ചത് കേരളമാണ്. കേരളം കീഴടക്കാമെന്ന ഡച്ചുകാരുടെ വ്യാമോഹം അത് പൂർണ്ണമായി പൊലിഞ്ഞുപോയ ഒരു യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. അവിടെ ആര് നേടിയെടുക്കുന്നു വിജയം? മാർത്താണ്ഡവർമ്മ. ഓക്കെ, മാർത്താണ്ഡവർമ്മയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി സിലോണിൽ നിന്ന് ഒരു പീരങ്കിപ്പടയെ കൊണ്ടുവന്ന് ഈ യുദ്ധത്തിലേക്ക് ഡച്ചുകാർ ഈ മാർത്താണ്ഡവർമ്മയെ നേരിടാൻ ശ്രമിച്ചുവെങ്കിലും ആ സിലോണിൽ നിന്ന് കൊണ്ടുവന്ന പീരങ്കിപ്പട ഉൾപ്പെടെ 24 യൂറോപ്യന്മാരെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ജീവനോടുകൂടി പിടികൂടുന്നുണ്ട്. അതിൽ ഡച്ച് ക്യാപ്റ്റനായിരുന്നു, നാവിക തലവനായിരുന്നു ക്യാപ്റ്റൻ ഡിലനോയ്. പിന്നീട് അദ്ദേഹം തിരുവിതാംകൂറിൻ്റെ ആദ്യ വിദേശിയായിട്ടുള്ള സർവ്വസൈന്യാധിപനായി മാറ്റപ്പെടുന്നത് നമ്മുടെ ചരിത്രം നമുക്ക് കാണിച്ചു തരുന്നു. അപ്പോൾ ആ കുളച്ചൽ യുദ്ധം 1741 ഓഗസ്റ്റ് മാസം 10 മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും, മാർത്താണ്ഡവർമ്മ വിജയം നേടിയെടുക്കുന്നു. അങ്ങനെ ഏഷ്യയിൽ തന്നെ ആദ്യമായി ഒരു യൂറോപ്യൻ ശക്തിയെ പരാജയപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ ഭരണാധികാരി എന്ന റെക്കോർഡും ഏതിലൂടെ അദ്ദേഹം സ്വന്തമാക്കുന്നുണ്ട്? കുളച്ചൽ യുദ്ധത്തിലൂടെ സ്വന്തമാക്കുന്നുണ്ട്. അപ്പോൾ ആ കുളച്ചൽ യുദ്ധത്തിൻ്റെ ഈ പറയപ്പെട്ട വിജയമാണ് ഈ ഒരു പ്രതിമയായിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ അല്ലടാ? അപ്പോൾ ആ കുളച്ചൽ യുദ്ധത്തെ പറ്റി PSC മത്സര പരീക്ഷയിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. എനിവേ ആ കുളച്ചൽ യുദ്ധം അവസാനിപ്പിക്കപ്പെട്ട സമാധാന ഉടമ്പടി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുളച്ചൽ യുദ്ധം അവസാനിപ്പിക്കപ്പെട്ട സമാധാന ഉടമ്പടി. ഓക്കെ, കുളച്ചൽ യുദ്ധം അവസാനിപ്പിക്കപ്പെട്ട സമാധാന ഉടമ്പടി ചോദിച്ചാൽ അത് വർഷം 1743 മെയ് മാസം 22-നാണ്. 1743 മെയ് മാസം 22-നാണ് മാവേലിക്കരയിൽ വെച്ച്. എവിടെയാണ്? മാവേലിക്കരയിൽ വെച്ച് ഒരു സമാധാന ഉടമ്പടി ഒപ്പുവെച്ച് ഈ യുദ്ധം എന്ത് ചെയ്യുന്നുണ്ട്? പൂർണ്ണമായി അവസാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കുളച്ചൽ യുദ്ധം അവസാനിപ്പിക്കപ്പെട്ട ഉടമ്പടി PSC ഓൾറെഡി ചോദ്യമാണ്. 1743 മെയ് മാസം 22-ന് മാവേലിക്കരയിൽ വെച്ച് ഒപ്പുവെച്ച നമ്മുടെ മാവേലിക്കര ഉടമ്പടി പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്? ഇത് പൂർണ്ണമായി അവസാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഉടമ്പടിയിൽ സൈൻ ചെയ്ത വ്യക്തികളെ കൂടി ഒന്ന് വ്യക്തമായി പഠിച്ചു വെച്ചോണേ. ഒന്ന് മാർത്താണ്ഡവർമ്മയാണ്. ഓക്കെ, ഒന്ന് മാർത്താണ്ഡവർമ്മയാണ്. മറുഭാഗത്ത് ഡച്ച് കമാൻഡറായിരുന്ന റെനോ കാർസിസ്. ഓക്കെ, ഇവർ തമ്മിലാണ് മാവേലിക്കരയിൽ വെച്ച് ഒരു സമാധാന ഉടമ്പടി ഒപ്പുവെച്ചുകൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നു. ഓക്കെ അല്ലേടാ? അപ്പോൾ അതാണ് ഈ പറയപ്പെട്ട വിജയമാണ് ഈ ഒരു പ്രതിമ എന്ന് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ വീണ്ടും തിരിച്ചു വന്നാൽ യൂറോപ്യരുടെ ഇന്ത്യയിലേക്കുള്ള ആഗമനവും തദ്ദേശീയരുമായുള്ള ആദ്യകാല സംഘർഷങ്ങളും നമ്മുടെ മുൻ അധ്യായത്തിൽ ചർച്ച ചെയ്തതായിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. മാത്രമല്ല വ്യത്യസ്ത യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് കച്ചവടത്തിനായി കേരളത്തിലെത്തിയവർ നാട്ടുരാജ്യങ്ങൾ പിടിച്ചെടുത്ത് രാഷ്ട്രീയാധികാരം സ്ഥാപിക്കാനാണ് ശ്രമിച്ചത്. നമുക്കറിയാം ഇന്ത്യയിൽ ഒട്ടനവധി അല്ലെങ്കിൽ കേരളത്തിലുമായി ഒട്ടനവധി യൂറോപ്യന്മാരെത്തപ്പെട്ടു.
പരിചയപ്പെട്ടു അല്ലേ. അതിൽ പോർച്ചുഗീസുകാരുണ്ട്, അതിൽ ഡച്ചുകാരുണ്ട്, അതിൽ ബ്രിട്ടീഷുകാരുണ്ട്, അതിൽ ഫ്രഞ്ചുകാരുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഉദ്ദേശ ലക്ഷ്യം തന്നെയാണ് ഈ പറയപ്പെട്ട രാജ്യം പിടിച്ചെടുക്കുക. അതായത് വ്യത്യസ്ത യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് കച്ചവടത്തിനായി എത്തി കേരളത്തിലെത്തിയവർ നാട്ടുരാജ്യങ്ങൾ പിടിച്ചെടുത്ത് രാഷ്ട്രീയ അധികാരം സ്ഥാപിക്കാൻ ആണ് ശ്രമിച്ചത്. കേരളത്തിൽ ആധിപത്യം ഉറപ്പിക്കാൻ യൂറോപ്യർക്കിടയിൽ നടന്ന മത്സരത്തിൽ മേൽക്കൈ ലഭിച്ചത് ആർക്ക് തന്നെയാണെന്ന് ടെക്സ്റ്റ് ബുക്ക് പറയുന്നുണ്ട്. അത് ബ്രിട്ടീഷുകാർക്ക് തന്നെയാണ്. അപ്പോൾ പോർച്ചുഗീസ് ആവട്ടെ, ഡച്ച് ആവട്ടെ, ഫ്രഞ്ച് ആവട്ടെ, ഈ ഒരു വിദേശ യൂറോപ്യൻ ശക്തികളിൽ നിന്ന് ഏറ്റവും അധികം മേൽക്കൊയ്മ ഈ പറയപ്പെട്ട കേരളത്തിലും ഇന്ത്യയിലും നേടിയെടുത്തത് ആര് തന്നെയാണ്? അതിൽ യാതൊരു സംശയവും വേണ്ട, ബ്രിട്ടീഷുകാർ തന്നെയാണ്. അതാണ് നമ്മുടെ ചാപ്റ്റർ തുടങ്ങുന്ന അവസരത്തിൽ നമുക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരുന്നു. ഓക്കെ, നമുക്ക് വീണ്ടും നെക്സ്റ്റ് ഈ പറയപ്പെട്ട മറ്റ് പേജുകളിലേക്ക് വരാം. നമുക്ക് മറ്റ് പറയുന്ന മറ്റ് സംഗതികളിലേക്ക് വരാം. ശ്രദ്ധിച്ചേ, യൂറോപ്യന്മാരുടെ ആഗമന കാലത്ത് കേരളത്തിൽ വിവിധ നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു എന്നും പിന്നീട് മലബാർ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലും കൊച്ചി, തിരുവിതാംകൂർ എന്നീ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചുകൊണ്ടുള്ള രാജഭരണത്തിന് കീഴിലുമാണ് നിലനിന്നിരുന്നത് എന്നാണ് അവിടെ പറയുന്നത്. അതായത് നമുക്കറിയാം, ഈ യൂറോപ്യന്മാർ, അതായത് പോർച്ചുഗീസ് ആവട്ടെ, ഡച്ച് ആവട്ടെ, ഫ്രഞ്ച് ആവട്ടെ, നമ്മുടെ ബ്രിട്ടീഷ് ആവട്ടെ, ഇവരൊക്കെ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ, കേരളത്തിലേക്ക് എത്തുന്ന അവസരത്തിൽ കേരളത്തിൽ ഈ പറയപ്പെട്ട വിവിധ നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് സ്കൂൾ ടെക്സ്റ്റ് പറയുന്നുണ്ട്. ഓക്കെ, ഏതൊക്കെയാണ് നാട്ടുരാജ്യങ്ങൾ? നമ്മുടെ കേരളത്തിൽ ഉൾപ്പെട്ട നാട്ടുരാജ്യങ്ങളായിരുന്നു. പ്രധാനപ്പെട്ട നാട്ടുരാജ്യങ്ങളാണ് തിരുവിതാംകൂർ, കൊച്ചി. അതായത് നമ്മുടെ കേരള സംസ്ഥാന രൂപീകരണത്തിന് മുമ്പ് നമ്മുടെ കേരളം എത്ര ഭരണഘടകങ്ങളായി വിഭജിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ 3 ഭരണഘടകങ്ങളായിട്ടാണ് വിഭജിക്കപ്പെട്ടത് അല്ലേ. ഏതൊക്കെയാ? ഒന്ന് തിരുവിതാംകൂർ, ഒന്ന് കൊച്ചി, ഇതൊന്ന് മലബാർ. ഓക്കെ, അപ്പോൾ അതിൽ തിരുവിതാംകൂറും കൊച്ചിയും നാട്ടുരാജ്യങ്ങളും അവശേഷിക്കുന്ന മലബാർ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുമായിരുന്നു. അതാണ് അവിടെയും ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. അതായത് യൂറോപ്യന്മാരുടെ ആഗമന കാലത്ത് കേരളത്തിൽ വിവിധ നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് മലബാർ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായി മാറുന്നു എന്ന് വ്യക്തമായി പറയുന്നുണ്ട് അല്ലേ. അതായത് മലബാർ എന്ന് പറയുന്ന മേഖല പൂർണ്ണമായും ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു. അപ്പോൾ അത്തരത്തിൽ നേരിട്ടുള്ള നിയന്ത്രണത്തിലേക്ക് എത്തപ്പെടുന്നത് ഏത് ഉടമ്പടി പ്രകാരമാണെന്ന് വ്യക്തമായി നിങ്ങൾക്ക് അറിയാം അല്ലേ. നമ്മുടെ 1792 ഒപ്പുവെക്കപ്പെട്ട ശ്രീരംഗപട്ടണം ഉടമ്പടി, 1792 വ്യക്തമായി പറഞ്ഞാൽ മാർച്ച് മാസം 18 നമ്മുടെ ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാരുമായി ഒപ്പുവെച്ച ശ്രീരംഗപട്ടണം ഉടമ്പടി. ആ ഉടമ്പടിയിലൂടെയാണ് ടിപ്പുവിൻ്റെ അധീനതയിലുണ്ടായിരുന്ന ഈ മലബാർ ആരിലേക്ക് എത്തുന്നു? ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലേക്ക് എത്തുന്നു. ഓക്കെ, അങ്ങനെ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച ഈ മലബാറിനെ ബ്രിട്ടീഷുകാർ ആദ്യം ബോംബെ പ്രസിഡൻസിയോടും പിന്നീട് മദ്രാസ് പ്രസിഡൻസിയോടും എന്ത് ചെയ്യുന്നുണ്ട്? കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഓക്കെ അല്ലേ. ബോംബെ പ്രസിഡൻസിയിൽ ഉൾപ്പെടുത്തിയ വർഷം 1792 പിന്നീട് ബോംബെയിൽ നിന്ന് മലബാറിലേക്ക് മാറ്റുന്ന വർഷം 1800 അപ്പോൾ അത്തരത്തിൽ മലബാർ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായിരുന്നു എന്ന് വ്യക്തമായി സ്കൂൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. മാത്രമല്ല, അവശേഷിച്ച നാട്ടുരാജ്യങ്ങളായിട്ടുള്ള കൊച്ചിയും തിരുവിതാംകൂറും നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചുകൊണ്ടുള്ള രാജഭരണത്തിന് കീഴിലുമാണ് നിലനിന്നിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ മലബാറിൽ പ്രത്യക്ഷ തരത്തിലാണെങ്കിൽ തിരുവിതാംകൂർ, കൊച്ചിയിലും പരോക്ഷമായിട്ടാണ് ആരുടെ ഇടപെടലുണ്ടായിരുന്നു? ബ്രിട്ടീഷുകാരുടെ ഇടപെടലുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ തിരുവിതാംകൂറും കൊച്ചിയും നാട്ടുരാജ്യങ്ങളും ഒരു ഘട്ടത്തിൽ അംഗീകരിക്കുകയും ചെയ്തു? ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിക്കുകയും ചെയ്തു. അതിൽ തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിക്കുന്നത് 1795 1795 തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചുകൊണ്ട് ഉടമ്പടിയിൽ ഏർപ്പെടുന്നത്. ആരുമായി? ബ്രിട്ടീഷുകാരുമായി. അന്ന് തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരി നിങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം, കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. എന്നാൽ കൊച്ചിയിലേക്ക് വരുമ്പോൾ കൊച്ചി ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിക്കുന്ന വർഷം 1791 ഏത് വർഷമാണ്? 1791 കൊച്ചി നാട്ടുരാജ്യം ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചുകൊണ്ട് ഉടമ്പടിയിൽ ഏർപ്പെടുന്നു. ആ അവസരത്തിൽ കൊച്ചിയുടെ ഭരണാധികാരി, കൊച്ചിയുടെ മാർത്താണ്ഡവർമ്മ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ശക്തൻ തമ്പുരാനാണെന്ന് കൂടി വ്യക്തമായി പഠിച്ചോണം. 1790 മുതൽ 1805 വരെ കൊച്ചി രാജ്യം ഭരിച്ച കൊച്ചിയുടെ മാർത്താണ്ഡവർമ്മ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വ്യക്തിയാണ് ആര്? ശക്തൻ തമ്പുരാൻ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് കൊച്ചി ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിക്കുന്നു. തിരുവിതാംകൂർ ആണെങ്കിൽ അത് കാർത്തിക തിരുനാളിൻ്റെ കാലഘട്ടമാണ് വ്യക്തമായി പഠിക്കുക. അപ്പോൾ അവശേഷിച്ച മലബാർ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുമായിരുന്നു. നോക്കിക്കേ, ദെൻ കേരളത്തിൽ ആരൊക്കെയാണ് ബ്രിട്ടീഷുകാരോട് ആദ്യം പോരാടിയത്? എന്തായിരുന്നു കാരണങ്ങൾ? അതിൻ്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നൊക്കെ നമുക്ക് പരിശോധിക്കാമെന്ന് സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് പറയുന്നുണ്ട്. ഓക്കെ, അതിൽ പടയൊരുക്കത്തിൻ്റെ കാഹളം മുഴങ്ങുന്നു എന്നൊരു ടൈറ്റിലിൽ
ഈ പറയപ്പെട്ട കവിതയിലെ വരികൾ അവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഏതാണ് ആ കവിത എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. പുരളിമലയിലെ പൂമരങ്ങൾ എന്ന് പറയുന്ന കവിതയിലെ ഏതാനും വരികളാണ് അവിടെ നൽകിയിട്ടുള്ളത്. അത് എഴുതിയത് പി കുഞ്ഞിരാമൻ നായരാണ് അല്ലെ. പി കുഞ്ഞിരാമൻ നായർ ഈ പറയപ്പെട്ട എഴുതിയ ഒരു പ്രധാനപ്പെട്ട കവിതയാണ് പുരളിമലയിലെ പൂമരങ്ങൾ അല്ലെ. ഈ പുരളിമല എന്ന് പറയുന്നത് നമുക്കറിയാം ഏത് ജില്ലയുടെ ഭാഗമാണ്? കണ്ണൂർ ജില്ലയുടെ ഭാഗമാണ് പുരളിമല അല്ലെ. മാത്രമല്ല നമ്മുടെ ഒന്നാം പഴശ്ശി കലാപം 1793 ആരംഭിക്കുമ്പോൾ ആ ഒന്നാം പഴശ്ശി കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രമായി മാറുന്ന പ്രദേശം കൂടിയാണ് ഈ പുരളിമല. നമ്മുടെ ബ്രഹ്മഗിരി കുന്നുകളുടെ ഭാഗമാണ് ഏത്? ഈ പുരളിമല. ഓക്കെ അല്ലേടാ. ആ പുരളിമലയിലെ പൂമരങ്ങൾ എന്ന കവിത അവിടെ ഞാൻ ചോദിച്ചാൽ പി കുഞ്ഞിരാമൻ നായരാണ്. മാത്രമല്ല പുള്ളിമാനും പഴശ്ശിയും എന്ന കൃതിയും ആര് തന്നെയാണ്? പി കുഞ്ഞിരാമൻ നായരുടേതാണ്. പുള്ളിമാനും പഴശ്ശിയും എന്ന കൃതി കൂടി ഈ ഒരു അർത്ഥത്തിൽ എന്ത് ചെയ്യുക, ഈ ഒരു കാര്യത്തിൽ ഓർമ്മിച്ച് വയ്ക്കുക. അപ്പോൾ അതിൽ ഏതാനും വരികളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അത് പഴശ്ശി രാജാവിനെ കുറിച്ച് എന്താണ് കൂടുതൽ നമ്മളിലേക്ക് എത്തിക്കുന്ന വരികൾ കൂടിയാണ്. അതായത് ഒട്ടും മറന്നില്ല ഞങ്ങൾ ഇന്നും നെടുങ്കോട്ടയുടെ നാട്ടിലെ കേസരി വീരനെ. ഒട്ടും മറന്നില്ല ഞങ്ങൾ ഇന്നും നെടുങ്കോട്ടയം നാട്ടിലെ കേസരി വീരനെ. ഹൃത്തിലെ ചെഞ്ചോര നീരിൽ സ്വാതന്ത്ര്യത്തിന് വിത്തുമുളപ്പിച്ച കർഷക വീരനെ. സ്വാതന്ത്ര്യലബ്ധിതൻ ലഹരിയിൽ പാടെ മറന്നു മലയാളിയെങ്കിലും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ അതിൽ ഏതാനും വരികൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വ്യക്തമായി സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേടാ. അതിലൂടെ പഴശ്ശിയെക്കുറിച്ച് വീണ്ടും നമ്മളോട് എന്ത് ചെയ്യുന്നുണ്ട്, ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആ വരികളൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി വെച്ചോണം. ഈ വരികൾ തന്നുകൊണ്ട് ഇത് ഏത് കവിതയിൽ ഉൾപ്പെടുന്നു, ഇത് ആരുടേതാണ് എന്ന രീതിയിൽ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ചോദിച്ച അവസരങ്ങളും PSCക്ക് ഉണ്ട്. ഓക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് വളരെ വളരെ പ്രാധാന്യമാണ്. അതിൻ്റെതായ രീതിയിൽ എന്ത് ചെയ്യുക, അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ശേഷം നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നമ്മുടെ അന്നത്തെ മലബാറിൻ്റെ ഒരു മേഖലയെ വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പരിചയപ്പെടുത്തുന്ന ഒരു മാപ്പൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഭൂപടമൊക്കെ നമുക്ക് നൽകിയിട്ടുണ്ട്. 1800 നമ്മുടെ മലബാർ എങ്ങനെയായിരുന്നു എന്നുള്ള വ്യക്തമായിട്ട് കാണിച്ചു തരുന്ന ഒരു ഭൂപടം കൂടി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല അപ്പോൾ അതിനോട് തന്നെ പറയുന്നുണ്ട്, കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ കേരളവർമ്മ പഴശ്ശിരാജയെക്കുറിച്ചാണ് മുകളിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അതായത് ആ വരികൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, അത് ആരെക്കുറിച്ചുള്ളതാണ്? നമ്മുടെ കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജയെക്കുറിച്ചുള്ളതാണ്. ഓക്കെ അല്ലേ. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്, വടക്കേ മലബാറിലെ കോട്ടയം രാജകുടുംബാംഗമായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ. ഓക്കെ, വടക്കേ മലബാറിലെ കോട്ടയം രാജകുടുംബത്തിൽ ഉൾപ്പെട്ട വ്യക്തിയാണ് ആര്? നമ്മുടെ കേരളവർമ്മ പഴശ്ശിരാജ. ഓക്കെ, അതായത് നമ്മുടെ കണ്ണൂരിൽ കൂത്തുപറമ്പിനടുത്തായി നിലനിന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട നാട്ടുരാജ്യമാണ് കോട്ടയം രാജവംശം. ആ കോട്ടയം രാജവംശത്തിലെ ഏറ്റവും പ്രഗത്ഭനായിരുന്നു ആര്? നമ്മുടെ കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. ഓക്കെ, ആദ്യകാലത്ത് മൈസൂർ ഭരണാധികാരികൾക്കെതിരെ മലബാറിൽ അദ്ദേഹം ബ്രിട്ടീഷുകാരെ സഹായിച്ചിരുന്നു. ഓക്കെ, ആദ്യകാലത്ത് മൈസൂർ ഭരണാധികാരികൾക്കെതിരെ മലബാറിൽ അദ്ദേഹം ബ്രിട്ടീഷുകാരെ സഹായിച്ചിരുന്നു. കാരണം അത് വ്യക്തമായി പറയുന്നുണ്ട്, നമ്മുടെ മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം 1790 മുതൽ 92 വരെയുള്ള കാലയളവിലാണ് മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ആ മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൻ്റെ ഭാഗമായി നമ്മുടെ പഴശ്ശിയെ ബ്രിട്ടീഷുകാർ സമീപിക്കുകയും അദ്ദേഹത്തിന് വ്യക്തമായൊരു ഓഫർ മുന്നോട്ട് വെച്ചുകൊണ്ട് ആ ആംഗ്ലോ മൈസൂർ യുദ്ധത്തിലേക്ക് പഴശ്ശിയെ ബ്രിട്ടീഷുകാർ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അതായത് പഴശ്ശി ഉൾപ്പെട്ട രാജ്യമായ കോട്ടയം രാജ്യത്തിന് സ്വതന്ത്ര പദവി വാഗ്ദാനം ചെയ്തുകൊണ്ട് ആ മേഖലയിലെ നികുതി പിരിവുൾപ്പെടെയുള്ള അവകാശങ്ങൾ പഴശ്ശിക്ക് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബ്രിട്ടീഷുകാർ ആ ആംഗ്ലോ മൈസൂർ യുദ്ധത്തിലേക്ക് കൊണ്ടുവരികയും ടിപ്പുവിനെതിരെ പോരാടുന്ന ഒരു സാഹചര്യം വ്യക്തമായിട്ട് ചരിത്രം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. എന്നാൽ ആ യുദ്ധം വിജയം നേടിയെടുക്കുന്നതോടുകൂടി പഴശ്ശി കൊടുത്ത ഓഫർ വ്യക്തമായിട്ട് ആര് പിൻവലിക്കുകയും ചെയ്യുന്നുണ്ട്, ബ്രിട്ടീഷുകാർ പിൻവലിക്കുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ ഏതിലേക്ക് നയിച്ച കാരണങ്ങളായി മാറുന്നുണ്ട്, ഒന്നാം പഴശ്ശി കലാപത്തിലേക്ക് നയിച്ച കാരണങ്ങളിൽ മാറുന്നുണ്ട്. ഓക്കെ അല്ലേ. പിന്നെ എന്താ പറയുന്നത്, ഇതിന് പകരമായി ഞാൻ പറഞ്ഞല്ലോ, ഇതിന് പകരമായി കോട്ടയം പ്രദേശത്തെ നികുതി പിരിവുള്ള അധികാരം പഴശ്ശിക്ക് നൽകാമെന്ന് വ്യവസ്ഥയുണ്ടാക്കി. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്നാൽ ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം മലബാർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീനതയിലായതോടെ സ്ഥിതി മാറുകയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ആ യുദ്ധം വിജയിച്ച് ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെക്കപ്പെട്ട അവസരം 1792 മാർച്ച് 18. അതോടുകൂടി ടിപ്പു തൻ്റെ അധീനതയിലുണ്ടായിരുന്ന മലബാർ എന്ന പ്രദേശവും കൂർഗ് എന്ന പ്രദേശവും ബ്രിട്ടീഷുകാർക്ക് വിട്ടു നൽകുന്നതോടുകൂടി ബ്രിട്ടീഷുകാർ ആർക്ക് കൊടുത്ത വാക്ക് പിൻവലിച്ചു, പഴശ്ശി കൊടുത്ത വാക്ക് പിൻവലിച്ചു. അത് വ്യക്തമായി അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. നോക്കിക്കേ, കോട്ടയത്തെ നികുതി പിരിക്കാനുള്ള അധികാരം
ബ്രിട്ടീഷുകാർ അവരോട് വിധേയത്വം പുലർത്തിയിരുന്ന പഴശ്ശിയുടെ അമ്മാവനായ കുറുമ്പനാട്ട് വീരരാജാവായ വീരവർമ്മയാണ് ഏൽപ്പിച്ചത്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ പഴശ്ശിക്ക് കൊടുത്ത ആ ഓഫർ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ പിൻവലിക്കുക മാത്രമല്ലടാ, അദ്ദേഹത്തിൻ്റെ അമ്മാവനും ശത്രുവുമായിരുന്ന കുറുമ്പനാട്ട് വീരവർമ്മ. ഓക്കെ, പഴശ്ശിയുടെ അമ്മാവനാണ് ബലത്തിൽ, പക്ഷേ അമ്മാവനാണെങ്കിലും ശത്രുവാണ്. കാരണം കോട്ടയം സിംഹാസനം മരുമകന് കിട്ടിയ ഒരു നീരസം ഓൾറെഡി ആർക്കുണ്ട്? അമ്മാവനുണ്ട്. അപ്പോൾ അതുകൊണ്ട് മരുമകനെതിരെ ഏതൊരു ഏണി വന്നാലും അമ്മാവൻ എന്ത് ചെയ്യും? അത് ചാടിപ്പിടിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ അത്തരത്തിൽ കുറുമ്പനാട്ട് വീരവർമ്മയിലേക്കാണ് ഈ കോട്ടയം നികുതി പിരിവ് ഉൾപ്പെടെയുള്ള അവകാശങ്ങൾ എന്ത് ചെയ്യുന്നത്? ബ്രിട്ടീഷുകാർ പാട്ടത്തിന് കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെ പാട്ടത്തിന് കൊടുത്തുകൊണ്ട് ബ്രിട്ടീഷുകാർ ഒരു വർഷത്തെ കരാറിൽ ഏർപ്പെടുന്നുണ്ട്. അത് 1793 ഒരു വർഷത്തെ പാട്ടത്തിന് നികുതി പിരിക്കാനുള്ള അവകാശം ആരിലേക്ക് കൈമാറുന്നു? നമ്മുടെ കുറുമ്പനാട്ട് വീരവർമ്മയിലേക്ക് കൈമാറുന്നു. പിന്നീട് പഴശ്ശി കലാപങ്ങൾ ആരംഭിക്കുന്നതോടുകൂടി വീണ്ടും പഴശ്ശിയിൽ പ്രകോപനം ഉണ്ടാക്കി ആ ഒരു വർഷത്തെ പാട്ടക്കരാറ് 5 വർഷമായി ദീർഘിപ്പിച്ചുകൊണ്ട് 1794 മറ്റൊരു കരാറിലും ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നുണ്ട്? ഏർപ്പെടുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒരു വർഷത്തെ പാട്ടമാണ്, പിന്നീട് 5 വർഷമായി അത് ദീർഘിപ്പിച്ചു കൊടുക്കുന്നു. പിന്നീട് 1797 സമാധാന ഉടമ്പടിയിലൂടെ ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കുന്ന അവസരത്തിലാണ് ഈ പാട്ടം എന്ത് ചെയ്യപ്പെടുന്നത്? ബ്രിട്ടീഷുകാർ റദ്ദ് ചെയ്ത് ആ നികുതി പിരിവുകൾ ഉൾപ്പെടെയുള്ള അവകാശങ്ങൾ ആരിലേക്ക് എത്തപ്പെടുന്നത്? പഴശ്ശിയിലേക്ക് എത്തപ്പെടുന്നത്. ഓക്കെ ഇല്ലടാ? ഈ അവഗണനയ്ക്കെതിരെ പ്രതിഷേധിച്ച പഴശ്ശി രാജ പുതിയ ഭരണാധികാരികൾക്ക് നികുതി കൊടുക്കേണ്ടതില്ലെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഇതോടെ പഴശ്ശിക്കും ബ്രിട്ടീഷുകാർക്കുമിടയിൽ സംഘർഷങ്ങൾ ഉടലെടുത്തു. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നികുതി പിരിവിന് അതത് പ്രദേശങ്ങളിലുള്ള നാടുവാഴികളെ ഏൽപ്പിച്ചു. ആ നാടുവാഴികൾ നേരിട്ട് കർഷകരിലേക്ക് എത്തി നികുതി കളക്ട് ചെയ്ത് ഒരു നിശ്ചിത തുകയാവുമ്പോൾ കമ്പനിയിലേക്ക് അടയ്ക്കണം. അപ്പോൾ ഈ രീതിയിൽ നികുതി പിരിക്കാൻ നാടുവാഴികൾ ഏൽപ്പിച്ചതോടുകൂടി നമ്മുടെ പഴശ്ശി രാജ തൻ്റെ രാജ്യത്തൊരു വിളംബരം പ്രഖ്യാപിച്ചു. നികുതി ഈ പറയപ്പെട്ട കൊടുക്കാൻ പാടില്ല. ഓക്കെ, നിങ്ങളെ സമീപിക്കുന്ന ഒരു ബ്രിട്ടീഷുകാരനാവട്ടെ, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഏർപ്പാടാക്കിയ നാടുവാഴിയാവട്ടെ, നിങ്ങൾ നികുതിയുമായി ബന്ധപ്പെട്ട് സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നികുതി കൊടുക്കേണ്ട ആവശ്യമില്ല എന്നും വ്യക്തമായിട്ട് അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ വീണ്ടും നികുതിക്കായി നിങ്ങളെ ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നട്ടുവളർത്തിയ കുരുമുളക് ചെടികൾ വെട്ടി നശിപ്പിക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ നികുതി പിരിവിനെയൊക്കെ വ്യക്തമായി ആര് തടസ്സപ്പെടുന്നതായി കാണുന്നത്? പഴശ്ശി തടസ്സപ്പെടുന്നതായിട്ട് വ്യക്തമായി ചരിത്രത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? പിന്നെ എന്താ പറയുന്നത്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പഴശ്ശി കൈക്കൊണ്ട പ്രതിരോധ തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ആ രീതിയിലാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ആ ചാപ്റ്റർ നമ്മുടെ ആ പേജിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അപ്പോൾ അതിനോടൊപ്പം ഞാൻ പറഞ്ഞു, അന്നത്തെ ഏകദേശം മലബാറിൻ്റെ ഒരു രൂപം എന്ത് ചെയ്യുന്നുണ്ട്? വ്യക്തമായി അവിടെ നമുക്കൊരു ഭൂപടത്തിൻ്റെ സഹായത്തോടെ കാണാൻ സാധിക്കും. അതിൽ ചിറക്കൽ മുതൽ ഈ പറയപ്പെട്ട പാലക്കാട് വരെയുള്ള ഈ ഒരു മേഖലയാണ് ആ പറയപ്പെട്ട മലബാറായിട്ട് രേഖപ്പെടുത്തുന്നു. അതിൽ വ്യക്തമായി പറയുന്നുണ്ട് കുറുമ്പനാട്, പഴശ്ശിയുടെ രാജ്യമായിട്ടുള്ള കോട്ടയം രാജവംശം, ദെൻ ചിറക്കൽ രാജവംശം, ഓക്കെ, ഈറനാട്, വള്ളുവനാട്, പൊന്നാനി തുടങ്ങിയിട്ടുള്ള ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഉൾപ്പെടുത്തിക്കൊണ്ട് 1800 എന്ന കാലഘട്ടത്തിൽ നമ്മുടെ മലബാറിൻ്റെ ഒരു ഭൂപടം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പരിചയപ്പെടുത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഈ 1800 നമ്മുടെ മലബാർ ഏത് പ്രസിഡൻസിയുടെ കീഴിൽ വരുന്നത്? മദ്രാസ് പ്രസിഡൻസിയുടെ കീഴിൽ ആകുന്നത്. അതുകൂടി വ്യക്തമായിട്ട് പഠിച്ചു വെച്ചോളൂ. ഓക്കെ അല്ലേ? നമുക്ക് നോക്കാം. നോക്കിക്കേ, ഇനി പഴശ്ശി സ്വീകരിച്ച ആ ഒരു രീതികൾ എന്തൊക്കെയാണെന്നാണ് നെക്സ്റ്റ് അയച്ച നമ്മുടെ പേജിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അതായത് താവളം വയനാട്ടിലേക്ക് മാറ്റിയതായിട്ട് പറയുന്നുണ്ട്. തദ്ദേശീയ ജനവിഭാഗങ്ങളെ കൂടെ ചേർത്തെന്ന് പറയുന്നുണ്ട്. ഒളിപ്പോർ നടത്തി അഥവാ ഗറില്ല വാർഫെയർ. ഓക്കെ, അത് വ്യക്തമായി പറയുന്നുണ്ട് അല്ലേ? അതായത് ബ്രിട്ടീഷുകാർക്ക് അധികം പരിചിതമല്ലാത്ത ഒരു യുദ്ധതന്ത്രം പഴശ്ശി ഈ കലാപങ്ങളുടെ ഭാഗമായി പുറത്തെടുക്കുന്നുണ്ട്. അതാണ് ഗറില്ല വാർ അഥവാ ഒളിപ്പോര്. നിങ്ങൾ 2009 പുറത്തിറങ്ങിയ കേരളവർമ്മ പഴശ്ശി രാജ എന്ന സിനിമ കണ്ടവരാണെങ്കിൽ വ്യക്തമായി അതിൽ ഹരിഹരൻ സംവിധാനം ചെയ്യുന്നുണ്ട്, വ്യക്തമായി അതിൽ ചിത്രീകരിക്കുന്നുണ്ട് ഒളിപ്പോർ രംഗങ്ങൾ. അപ്പോൾ എന്താണ് ഒളിപ്പോർ എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അത്തരത്തിൽ ഒളിപ്പോര് സ്വീകരിക്കപ്പെട്ടു. തദ്ദേശീയ ജനവിഭാഗങ്ങൾ അദ്ദേഹം കൂടെ ചേർക്കുന്നുണ്ട്. താവളം വയനാട്ടിലേക്ക് മാറ്റിക്കൊണ്ട് ബ്രിട്ടീഷുകാരിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നതായിട്ടും വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പേജിൽ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, കുറിച്യർ നായകനായിട്ടുള്ള തലക്കൽ ചന്തു, നായർ പടയെ നയിച്ച എടച്ചേന കുങ്കൻ, കൈതേരി അമ്പു, കണ്ണവത്ത് ശങ്കരൻ, പള്ളൂർ ഏമൻ എന്നിവർ പഴശ്ശിക്ക് ശക്തമായ സൈനിക പിൻബലം നൽകി. ഓക്കെ, അപ്പോൾ അതിൽ പരിചയപ്പെടുന്ന വ്യക്തികൾ ആരൊക്കെയാ? തലക്കൽ ചന്തു, കുറിച്യരുടെ നേതാവാണ് തലക്കൽ ചന്തു എന്ന് ടെക്സ്റ്റ് ബുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇനി പഴശ്ശിക്കൊരു നായർ പട ഉണ്ടായിരുന്നു എന്നും
ആ നായർ പടയുടെ തലവൻ ആരാ? എടച്ചേന കുങ്കനാണെന്നും പരിചയപ്പെടുത്തുന്നുണ്ട്. ഇനി കൈതേരി അമ്പു നായർ, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ. അതിൽ കൈതേരി അമ്പു നായർ പഴശ്ശിയുടെ സർവ്വ സൈനാധിപനായിരുന്നു, സേനാ നായകനായിരുന്നു. എന്നാൽ കണ്ണവത്ത് ശങ്കരൻ ആരായെന്നോ ചോദിച്ചാൽ പഴശ്ശിയുടെ മന്ത്രി പദവി അലങ്കരിച്ച വ്യക്തിയാണ് കണ്ണവത്ത് ശങ്കരൻ. കൂടാതെ പള്ളൂർ ഏമൻ തുടങ്ങിയ വ്യക്തികൾ സൈനിക സഹായം നൽകി, പിൻബലം നൽകിയെന്നും സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ പേരുകൾ മാറിപ്പോവില്ലടാ. തലക്കൽ ചന്തു, ദെൻ എടച്ചേന കുങ്കൻ നായർ, കൈതേരി അമ്പു നായർ, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, പള്ളൂർ ഏമൻ നായർ. അപ്പോൾ തുടങ്ങിയവരുടെ സപ്പോർട്ട് ഈ പറയപ്പെട്ട കലാപത്തിൽ ആർക്ക് കിട്ടി? പഴശ്ശിക്ക് കിട്ടി. മാത്രമല്ല വനങ്ങളും മലയിടുക്കുകളും നിറഞ്ഞ വയനാട്ടിൽ ജനങ്ങളുടെ പിന്തുണയോടെ പ്രതിരോധം തീർത്ത പഴശ്ശിയെ കീഴടക്കുക എളുപ്പമല്ലെന്ന് ബ്രിട്ടീഷുകാർ മനസ്സിലാക്കി. അദ്ദേഹത്തിനെതിരെ ബഹുവിധ നടപടികളാണ് അവർ കൈക്കൊണ്ടത്. ആ നടപടികൾ ഏതൊക്കെയാണെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ സൈനിക താവളങ്ങൾ ഒരുക്കി, പുതിയ റോഡുകൾ നിർമ്മിച്ചു, വയനാട്ടിലേക്ക് അരി എത്തിക്കുന്നത് തടഞ്ഞു, കലാപത്തിൽ പങ്കെടുക്കുന്നവരെ പിടിച്ചു കൊടുക്കുന്നവർക്ക് പാരിതോഷിക തുകകൾ വരെ എന്ത് ചെയ്യപ്പെട്ടു? പ്രഖ്യാപിക്കപ്പെട്ടു എന്ന് ചരിത്രം അല്ലെങ്കിൽ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ സൈനിക താവളങ്ങൾ ഒരുക്കി, പുതിയ റോഡുകൾ നിർമ്മിച്ചു, വയനാട്ടിലേക്ക് അരി എത്തിക്കുന്നത് തടഞ്ഞു, കലാപത്തിൽ പങ്കെടുക്കുന്നവരെ പിടിച്ചു കൊടുക്കുന്നവർക്ക് പാരിതോഷിക തുകകൾ വരെ എന്ത് ചെയ്യപ്പെട്ടു? പ്രഖ്യാപിച്ചതായി പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ആ പാരിതോഷിക തുകകൾ എത്രയാണെന്നൊക്കെ നിങ്ങളുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഭംഗിയായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത. ഓക്കെ അല്ലേ? പഴശ്ശിക്കും സംഘത്തിനും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിലയിട്ടത് നോക്കൂ. പിടിച്ചു കൊടുത്താൽ മുഴുവൻ പഗോഡയും, വിവരം കൊടുത്താൽ പകുതി പഗോഡയും കിട്ടും. ഓക്കെ, എന്താണ് ഈ പഗോഡ എന്ന് ചോദിച്ചാൽ മറ്റൊന്നല്ലടാ. ആ കാലഘട്ടത്തിൽ ആ സമയത്ത് പഗോഡ എന്നത് അന്നത്തെ വിനിമയ നാണയമാണെന്ന് കൂടി എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. പഗോഡ എന്നത് അന്നത്തെ വിനിമയ നാണയമാണ്. അപ്പോൾ ആ വിനിമയ നാണയത്തിലാണ് അന്ന് ഈ പറയപ്പെട്ട പാരിതോഷിക തുകകൾ പ്രഖ്യാപിക്കപ്പെട്ടു. അങ്ങനെ പാരിതോഷിക തുകകൾ പ്രഖ്യാപിച്ചുകൊണ്ട് പഴശ്ശിയിലേക്കും സഹായികളിലേക്കും എത്തുക എന്നതായിരുന്നു ആരുടെ ലക്ഷ്യം? ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. ഇതിനുവേണ്ടി മുൻപന്തിയിൽ പ്രവർത്തിച്ച ആരൊക്കെയെന്ന് ചോദിച്ചാൽ പട്ടാള മേധാവിയായിട്ടുള്ള ആർതർ വെല്ലസ്ലിയും തലശ്ശേരി സബ് കളക്ടറായിട്ടുള്ള TH ബാബർ അഥവാ തോമസ് ഹാർവേ ബാബർ നേതൃത്വത്തിലാണ് ഈ പാരിതോഷിക തുകകൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഇവരെ കീഴടക്കാനുള്ള സംഗതികൾ എന്ത് ചെയ്ത് തയ്യാറാക്കപ്പെട്ടു. അപ്പോൾ അതുപ്രകാരം നമ്മുടെ കേരളവർമ്മ പഴശ്ശി രാജയ്ക്ക് 3000 രൂപയും, വീരവർമ്മ രാജാവിന് 1000 രൂപയും, രവിവർമ്മ രാജാവിന് 1000 രൂപയും, പള്ളൂർ ഏമൻ നായർക്ക് 1000 രൂപയും, പള്ളൂർ രേരപ്പന് 300 രൂപയും, എടച്ചേന കുങ്കൻ നായർക്ക് 1000 രൂപയും പ്രഖ്യാപിക്കപ്പെട്ടു. ചുരുക്കി പറഞ്ഞാൽ പഴശ്ശിക്ക് 3000 രൂപയും പഴശ്ശിയുടെ സഹായികൾക്ക് 300 മുതൽ 1000 രൂപയും വരെയുമാണ് എന്ത് ചെയ്ത്? പാരിതോഷികങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടു. അപ്പോൾ പാരിതോഷികങ്ങൾ പ്രഖ്യാപിക്കപ്പെടുമ്പോഴും അവിടെ വ്യക്തമായി പറയുന്നുണ്ട്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അല്ലേ? എന്താ പറയുന്നത്? പിടിച്ചു കൊടുത്താൽ മുഴുവൻ പഗോഡ. ഉദാഹരണത്തിന് പഴശ്ശിയെ പിടികൂടി കൊടുത്താൽ എത്ര കിട്ടും? 3000 പഗോഡ കിട്ടും. എന്നാൽ വിവരം നൽകിയാലോ കാണിച്ചു കൊടുത്താലോ അത് എത്രയായി കുറയും? 1500 കുറയും. അതായത് പകുതി പഗോഡയായി കുറയും. ഓക്കെ, അപ്പോൾ ഒരു വ്യക്തിയിൽ പ്രഖ്യാപിച്ച തുക മുഴുവനായി കിട്ടണമെങ്കിൽ അവരെ പിടിച്ചു കൊടുക്കണം. ഓക്കെ, ഒരു വ്യക്തിയിൽ നിശ്ചയിക്കപ്പെട്ട തുകയുടെ പകുതി മാത്രമേ എന്ത് കിട്ടുകയുള്ളൂ? വിവരം കൊടുത്താൽ കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വെച്ചുകൊണ്ടാണ് ഈ രീതിയിൽ എന്ത് ചെയ്ത് പാരിതോഷിക തുകകൾ പ്രഖ്യാപിച്ചു. പക്ഷേ ഒരു ഘട്ടത്തിൽ ഈ പാരിതോഷിക തുക പ്രഖ്യാപിച്ചത് പൂർണ്ണമായും ഫലം കണ്ടു എന്ന ചരിത്രം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ പാരിതോഷിക തുകകൾ പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യം പിടിയിലകപ്പെടുന്ന വ്യക്തി തലക്കൽ ചന്തുവാണ്. ആരാണ്? കുറിച്യർ നേതാവായിട്ടുള്ള തലക്കൽ ചന്തു ആദ്യം പിടിയിലകപ്പെടുന്ന വ്യക്തമായ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ അത്തരത്തിൽ കമ്പനി ഭരണത്തിന് പ്രതിസന്ധി ഉണ്ടാക്കിയ പഴശ്ശിയെ നേരിടാൻ പ്രഗത്ഭരായ സൈന്യാധിപരെ നിയോഗിച്ചെങ്കിലും ഫലമുണ്ടായില്ല. തലശ്ശേരിയിലെ സബ് കളക്ടറായി വന്ന തോമസ് ഹാർവേ ബാബർ പഴശ്ശിയുടെ ശക്തിയായിരുന്ന സേനാനായകരെ വധിച്ചും താവളങ്ങൾ കണ്ടെത്തിയും പഴശ്ശിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കി. അപ്പോൾ 1805 നവംബർ മാസം 30 എന്നാണ് 1805 നവംബർ മാസം 30 വയനാട്ടിലെ മാവിലാൻ തുടർന്ന സ്ഥലത്ത് വെച്ച് കമ്പനി സൈന്യത്തോടുള്ള ഏറ്റുമുട്ടൽ അദ്ദേഹം വീരമൃത്യു വരിച്ചു
വരിച്ചതായിട്ടും വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പറയപ്പെടുന്നുണ്ട്. വീരമൃത്യു വരിച്ചു. ഓക്കെ, അദ്ദേഹം എന്താണ് കമ്പനി അതായത് ബ്രിട്ടീഷുകാരാൽ വധിക്കപ്പെട്ടു 1805 നവംബർ മാസം 30 മാവിലാന്തോട്, പുൽപ്പള്ളിക്കടുത്തുള്ള മാവിലാന്തോട്, വയനാട് ഉൾപ്പെട്ട മാവിലാന്തോട് വെച്ചാണ് പഴശ്ശി വധിക്കപ്പെടുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ആ രീതിയിൽ കലാപങ്ങളെക്കുറിച്ച് വ്യക്തമായി സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല പഴശ്ശിയുടെ ഒരു സ്മാരകം അല്ലെ, നമുക്കറിയാം പഴശ്ശി സ്മാരകം എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? നമ്മുടെ ഈ പറയപ്പെട്ട മാനന്തവാടി വയനാടാണ് പഴശ്ശി സ്മാരകം ഉൾപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കോണം. ഇത് പഴശ്ശിയുടെ മാവിലാന്തോടുള്ള ഒരു പ്രതിമയുടെ ഈ പറയപ്പെട്ട പിക്ചറാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, മാനന്തവാടി ഈ പറയപ്പെട്ട അദ്ദേഹത്തിൻ്റെ സ്മാരകമാണ്. അത് വ്യക്തമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് പരിശോധിക്കാൻ ശ്രമിക്കുക. മാത്രമല്ല ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് മറ്റൊരു ഫാക്റ്റ് കൂടി കാണാൻ സാധിക്കും. മറ്റൊന്നുമല്ലടാ, നമ്മുടെ ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ്. ഓക്കെ, ശ്രീരംഗപട്ടണം ഉടമ്പടിയെക്കുറിച്ച് വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ പരിചയപ്പെടുത്തുന്നു. ഓൾറെഡി ഞാൻ സൂചിപ്പിച്ചു. എന്താണ് ശ്രീരംഗപട്ടണം ഉടമ്പടി കൂടി നമുക്ക് നോക്കി ഈ ഒരു അധ്യായം നമുക്ക് അവസാനിപ്പിക്കാം. ശ്രദ്ധിച്ചേ, മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ മൈസൂർ പരാജയപ്പെട്ടതിനെ തുടർന്ന് 1792 മാർച്ച് 18 മൈസൂർ ഭരണാധികാരിയായ ടിപ്പു സുൽത്താനും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണിത്. ഓക്കെ, ഉടമ്പടി പ്രകാരം ടിപ്പുവിൻ്റെ അധീനതയിലായിരുന്ന മലബാർ, കൂർഗ് എന്നീ പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഞാൻ ഓൾറെഡി പരിചയപ്പെടുത്തി. 1790 മുതൽ 92 വരെയുള്ള കാലയളവിൽ നടന്ന മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം. ആ മൈസൂർ യുദ്ധത്തിൽ ടിപ്പു പരാജയപ്പെടുന്നതോടു കൂടിയാണ് ഇത്തരത്തിലൊരു ഉടമ്പടി വയ്ക്കാൻ ടിപ്പു നിർബന്ധനായി മാറുന്നു. അതാണ് ഇത് ശ്രീരംഗപട്ടണം ഉടമ്പടി. അപ്പോൾ ആ ഉടമ്പടി പ്രകാരം 1792 മാർച്ച് 18 ടിപ്പുവും ബ്രിട്ടീഷുകാരും ഇതിൽ ഒപ്പുവയ്ക്കുന്നു. അതനുസരിച്ച് ഏതൊക്കെ പ്രദേശങ്ങൾ, മലബാർ, കൂർഗ് എന്നീ പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്നതായിട്ടും സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ പരിചയപ്പെടുത്തുന്നു. അപ്പോൾ മലബാർ ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ ഒരു കാര്യം കൂടി വ്യക്തമായി മനസ്സിലാക്കിക്കോണം. മലബാർ പൂർണ്ണമായി ലഭിക്കുന്നില്ല. വയനാട് ഒഴികെയുള്ള മലബാറിൻ്റെ പ്രദേശങ്ങളാണ് ടിപ്പു തൻ്റെ നിയന്ത്രണത്തിൽ നിന്നും ആർക്ക് വിട്ടുകൊടുക്കുന്നത്? ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുക്കുന്നു. അപ്പോൾ അവിടെ ഒഫീഷ്യലായി ഏത് പ്രദേശം വിട്ടുകൊടുത്തിരുന്നില്ല? വയനാട് എന്ന പ്രദേശം വിട്ടുകൊടുത്തിരുന്നില്ല. ഓക്കെ, അതൊഴികെയുള്ള മറ്റ് പ്രദേശങ്ങളാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ടിപ്പു ബ്രിട്ടീഷുകാർക്കായി വിട്ടു നൽകുന്നു. ആ പ്രദേശങ്ങളാണ് ബ്രിട്ടീഷുകാർ സ്വീകരിച്ച് പിന്നീട് ഈ പറയപ്പെട്ട പ്രദേശങ്ങളെക്കുറിച്ച് വ്യക്തമായി പഠിച്ച് ആ മലബാറിനെ 2 ഭരണ മേഖലകളായി തിരിച്ച് വടക്കേ മലബാറെന്നും തെക്കേ മലബാറെന്നും തിരിച്ച് ശേഷം ആ മേഖലയിൽ കൊണ്ടുവന്ന തെറ്റായ നികുതി പരിഷ്കാരങ്ങളാണ് ഇതിലേക്ക് എത്തിച്ചു ഒന്നാം പഴശ്ശി കലാപത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ഓക്കെ അല്ലേടാ? അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് വ്യക്തതയോടുകൂടി പറഞ്ഞു തരുന്ന ഓരോ ഫാക്റ്റുകളാണ്. അത് അതിൻ്റെതായ പ്രാധാന്യത്തോടു കൂടി കാണാൻ ശ്രമിക്കുക. നമുക്ക് വരും ക്ലാസ്സുകൾ ഇതിൻ്റെ തുടർച്ചയായി, ഈ അധ്യായത്തിൻ്റെ തുടർച്ചയായി ഓരോ ഫാക്റ്റുകളും വ്യക്തമായി വിശദീകരണമായി എന്ത് ചെയ്യാം, ചർച്ച ചെയ്ത് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ അല്ലേ? അപ്പോൾ ഈ സെക്ഷൻ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഓൾ എന്ന നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഓക്കെ അല്ലേടാ? അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ തൽക്കാലം ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. എനിവേ, താങ്ക് യു.